പണ്ട് കാലങ്ങളിലൊക്കെ അസുഖങ്ങൾ വന്നാലും കടങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തെങ്കിലും ഞെരുക്കങ്ങൾ അനുഭവപ്പെട്ടാലും ഓടി ഉസ്താദുമാരെടുക്കൽ വന്നിട്ട് എന്തെങ്കിലും ആയത്തുകളോ എന്തെങ്കിലും ഓതിത്തരാനോ ഒക്കെ ആവശ്യപ്പെടും. മിക്ക ഉസ്താദുമാരും നമുക്ക് ഓതിത്തരുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി മിക്ക വീടുകളുടെ ഫ്രണ്ടിൽ ചെന്നാലും ഒരു സ്റ്റിക്കറിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണത്തിലോ അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിലോ ഒക്കെ എഴുതി ഇങ്ങനെ ഒട്ടിച്ചിരിക്കും. ആ ആയത്തുൽ കുർസി ഒരു സുരക്ഷയാണ്. ആയത്തുൽ കുർസി മിക്കതിനുമുള്ള മരുന്നാണ്. പേടിക്കാതിരിക്കാൻ, കടങ്ങൾ വരാതിരിക്കാൻ, പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, അസുഖങ്ങൾ മാറിപ്പോകാൻ, ഞെരുക്കങ്ങൾ മാറിപ്പോകാൻ, സിഹിർ ബാത്തിലാകാൻ, കണ്ണേറ് മാറിപ്പോകാൻ, അതുപോലെ തന്നെ നമ്മുടെ അസ്വസ്ഥതകൾ നീങ്ങിപ്പോകാൻ, മനസ്സമാധാനം ലഭിക്കാൻ ഒക്കെ ഒരു പ്രതിവിധിയാണ് ആയത്തുൽ കുർസി. ഇന്ന് ആയത്തുൽ കുർസി ആർക്ക് വേണം? ഒന്ന് ഓതലുമില്ല, പാടലുമില്ല, മന്ത്രവുമില്ല, കുന്ത്രവുമില്ല, തന്ത്രം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും തന്ത്രം മതി, ഏതെങ്കിലും രൂപത്തിൽ രക്ഷപ്പെട്ടാൽ മതി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിലത് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, ചിലത് നമ്മൾ ഓതേണ്ടത് നമ്മൾ ഓതണം, ചിലത് നമ്മൾ പാടേണ്ടത് നമ്മൾ പാടണം. എന്നാലേ അതിന് ഫലമുണ്ടാകുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ, അള്ളാഹു നമുക്ക് ശിഫ തരട്ടെ. നമ്മുടെ എല്ലാ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റി തരട്ടെ.